ഞായറാഴ്ച ദിവസങ്ങളിൽ പൊതുവെ വീട്ടിലുണ്ടാവാറില്ല കേട്ടോ. ഇന്ന് വീട്ടിലുണ്ട്. അങ്ങനെ കുറച്ച് ചിക്കൻ അങ്ങോട്ട് വാങ്ങി. ഇന്നെന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് അടുക്കളയിലൊക്കെ കയറിയിട്ട് അങ്ങനെ ചിക്കൻ വാങ്ങിയിട്ട് വരട്ട് രീതിയിൽ, ഇതിന് പുതിയ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ എന്താ വെച്ചാൽ ഓരോന്നും ഇങ്ങനെ പരീക്ഷിക്കാറുണ്ട്. പണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഉള്ള സമയത്ത് പുറത്ത് പോയിട്ട് പുഴയുടെ തീരത്തൊക്കെ പല കുക്കിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വിജയിച്ച പലതും ഞാൻ വീട്ടിൽ പരീക്ഷിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ധൈര്യമാണ്, അവർക്കൊന്നും വരില്ലല്ലോ. മറ്റേ സൗഹൃദത്തിൻ്റെ ഇടയിലാവുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളതായിട്ടുള്ള പല പരീക്ഷണങ്ങളും നടത്തും. ഒരു പക്ഷേ പലതും നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇതൊക്കെ ഞാൻ ഓൾറെഡി പരീക്ഷിച്ച് വെച്ചതുകൊണ്ട് തന്നെ വീണ്ടും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ചിക്കൻ വരട്ട് പോലെയായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവസാനം നമ്മൾ അതിലെ മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ മിക്സിയിൽ നമ്മുടെ ചെറുള്ളി അതുപോലെ ഇഞ്ചി മുളകൊക്കെ മിക്സ് ചെയ്ത് ഒരു ക്രീം പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതും മിക്സ് ചെയ്ത് ഉപ്പും ഇട്ടു. പിന്നെ തക്കാളിയും ചെയ്തു. ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കൻ പാടെ അതിൽ ആഡ് ചെയ്യാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് ശേഷം കിച്ചണിൽ കയറിയപ്പം എന്തൊക്കെയോ ഒരു പ്രത്യേകത, എന്താ പറയുക, അനുഭവമായിരുന്നു. കുറേ കാലമായി കിച്ചണിൽ കയറിയിട്ട് സത്യം പറഞ്ഞാൽ. അതിലിങ്ങനെ അവസാനം നമ്മളെ കുറച്ച് കാന്താരി മുളകും തേങ്ങാപ്പൂളും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്താണെങ്കിലും ഇതൊക്കെ ഞാൻ വിജയിച്ചതുകൊണ്ട് പിന്നെ വെച്ചാൽ എനിക്ക് ധൈര്യമാണ്. പിന്നെ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എപ്പോഴും അമ്മ പറയാറുണ്ട്, ആൺകുട്ടികൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ വൃത്തിയാക്കില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് അപ്പം തന്നെ ഇത് അടുപ്പിൽ വെക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. എന്താണെങ്കിലും കുറച്ച് ചപ്പാത്തി രാവിലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചപ്പാത്തിയും ഈ ചിക്കൻ്റെ വരട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, സംഭവം അടിപൊളിയാണ് കേട്ടോ.